ഹായ് കൂട്ടുകാരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലച്ചു ഫാമിലി വയനാട് ഒരു ചാനലാണ്. ഇന്ന് സങ്കടകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ്റെ അമ്മ ചിന്ന 84 വയസ്സ് മരണപ്പെട്ട വാർത്തയാണ് ഇന്ന് നമ്മൾ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയിൽ ആണ് രാധാകൃഷ്ണൻ MP വസതി. ആ നാട്ടിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്മയായിരുന്നു. അവർ അമ്മച്ചി എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ജീവിതത്തിൽ താങ്ങും തണലുമായി അമ്മ അന്തരിച്ചു എന്നായിരുന്നു കെ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്. ഇദ്ദേഹം തന്നെയാണ് ആ കാര്യം എല്ലാവരെയും അറിയിച്ചതും അങ്ങനെയാണ് ഒരുവിധ ആളുകളൊക്കെ അറിഞ്ഞിട്ടുള്ളതും. തൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വളർന്ന ഒരു മനുഷ്യനായിരുന്നു കെ രാധാകൃഷ്ണൻ. ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് പദവിയിലെത്തിയിട്ടും തൻ്റെ അമ്മയെ കൂടെ ചേർത്ത് പിടിച്ച് അമ്മയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തി കൂടിയാണ് രാധാകൃഷ്ണൻ. ആ ഒരു നല്ല മനസ്സിനെ നമ്മൾ എന്നും നമിക്കണം. പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അമ്മ മരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു കോൺഫറൻസിന് വേണ്ടി പോയതായിരുന്നു. ഡൽഹിയിലാണെന്നാണ് അറിഞ്ഞത്. അവിടെ നിന്നാണ് ഈ വാർത്ത കേൾക്കുന്നത്. എത്രയായും തൻ്റെ പ്രിയപ്പെട്ട അമ്മ തന്നെ വിട്ടു പോയി എന്ന് ആ മനസ്സിന് അനുവദിക്കാൻ കഴിയുമോ? ഏത് രാത്രിയിൽ കയറി വരികയാണെങ്കിൽ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരമ്മയല്ലായിരുന്നു അത്. ഓർത്തപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അമ്മമാരുണ്ടോ? പഴയ കാല അമ്മമാരൊക്കെ ഉണ്ട്. ഇപ്പോഴുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര തിരക്കുള്ള അമ്മമാരാണ്. പഴമക്കാരായിട്ടുള്ള അമ്മമാരാണ് ആ കാത്തിരിപ്പ് എക്കാലം തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും അമ്മയാണ് ആ മനുഷ്യനെ പഠിപ്പിച്ച് കഷ്ടപ്പാടിൽ നിന്നും ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയത്. എന്നിട്ട് പോലും തൻ്റെ അമ്മയെ ഒരു നിമിഷം കാണാതിരിക്കാനോ വീട്ടിലേക്ക് വരാതിരിക്കാനോ ആ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. നന്നായിട്ട് തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ ജനങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു കെ രാധാകൃഷ്ണൻ. ഞാൻ എൻ്റെ ഏട്ടൻ്റെ വീട് ചേലക്കരയാണ്. ഞാൻ അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്. അന്ന് ആളൊരു സാധാരണക്കാരനാണ്, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ വാർത്ത കേട്ടപ്പോൾ എനിക്കും വളരെയധികം വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പദവിയിലെത്തിയിട്ടും വീട്ടുകാര്യങ്ങളിൽ ഒരു മുടക്കം വരെ തൻ്റെ അമ്മയെ എന്നും കാണാനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ആ നല്ല മനസ്സ് ഉള്ള ആ ഒരു മനുഷ്യൻ, ആ നല്ല മനസ്സിൻ്റെ ഉടമയാണ് തൻ്റെ അമ്മ. ആ അമ്മ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴൊരു വിഷമം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. പക്ഷേ എല്ലാ അമ്മമാരും ഇങ്ങനെ ആവും എന്ന് നമുക്ക് വിചാരിക്കും. അതുപോലെ മക്കളും, എല്ലാ അമ്മമാരെയും മക്കൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. മനസ്സറിഞ്ഞ്, അതേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ഒരമ്മമാരെയും അച്ഛന്മാരെയും മക്കൾ തള്ളിപ്പറയരുത്. തൻ്റെ അമ്മയാണ്, തൻ്റെ അച്ഛനാണ്, തന്നെ ഇത്രയും കാലം വളർത്തിയ ഒരച്ഛനും അമ്മയാണ് എന്നുള്ളൊരു ബോധം ആ മക്കൾക്ക് ഉണ്ടാവണം. ഇപ്പോഴുള്ള തലമുറയ്ക്ക് അതില്ല. പക്ഷെ അത് വളർത്തിയെടുക്കേണ്ടത് അച്ഛനമ്മമാർ തന്നെയാണ്. നമ്മൾ നമ്മുടെ അച്ഛന്മാരെ എങ്ങനെ നോക്കുന്നു അതുപോലെയായിരിക്കും ഈ പിന്നീടുള്ള തലമുറ അച്ഛനമ്മമാരെ പരിപാലിക്കുന്നത്. ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിട്ടുണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വിടുക. നാളെ തനിക്കും അവിടെ ഒരു സീറ്റ് ഉണ്ടാവുമെന്ന് ഈ കൊണ്ടുപോയി വിടുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ഒരു ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അതോടൊപ്പം സകല ആളുകളും പങ്കുചേരുന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല മനസ്സിൻ്റെ ഉടമയായ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ബൈ ബൈ. എല്ലാവർക്കും വേറൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.